ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ ലേണിംഗ് സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ബിറ്റ്കോയിൻ, അത് എന്തിന് കണ്ടുപിടിച്ചു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏറ്റവും അവസാനമായിട്ട് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ വോൾഡ് എന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ചെറിയ പൈസക്കാണെങ്കിലും കുറച്ചൊരു ബിറ്റ്കോയിൻ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്നും കൊണ്ട് പറയുന്നല്ല, പഠനം കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ്. അപ്പൊ പ്രാക്ടിക്കലി ചെന്നിട്ട് കുറച്ച് ബിറ്റ്കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയോ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വിറ്റാലും പ്രശ്നമില്ല. ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തു വന്നിട്ടുള്ള നല്ല കുട്ടികളാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടാകും. ആ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ പോയിട്ട് ആ ഒരു ലോകം എക്സ്പ്ലോർ ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടാകും, അല്ല ഇതിപ്പോ ഇവിടെ ബിറ്റ്കോയിൻ മാത്രമല്ലല്ലോ, കുറേ അധികം ക്രിപ്റ്റോ കറൻസീസ് കാണുന്നുണ്ടല്ലോ എന്ന്. ശരിയല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എത്രയോ ഡിസ്കഷൻസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പലരും എഥീറിയത്തിന്റെ ഈതറിനെ പറ്റി സംസാരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാ എല്ലാവരും ഷിബായിനുവിനെ പറ്റിയും ഡോജ് കോയിനെ പറ്റിയും സംസാരിക്കുന്നു. റിപ്പിൾ, ലൈറ്റ് കോയിൻ, ഡാഷ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ക്രിപ്റ്റോ കറൻസീസ് ഇന്ന് അവൈലബിൾ ആണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ കുറെ ക്രിപ്റ്റോ കറൻസീസ് ചുറ്റും ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അല്ല എന്തിനാണ് ഇത്ര അധികം ക്രിപ്റ്റോ കറൻസീസ്, ഇവയുടെ ആവശ്യം എന്താണ്? നമുക്കറിയുന്ന കാര്യമാണ് ക്രിപ്റ്റോ കറൻസി വന്നത് എന്തിനാണ്, കണ്ടുപിടിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. ഏറ്റവും ആദ്യം വന്ന ക്രിപ്റ്റോ കറൻസി അത് ബിറ്റ്കോയിൻ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും 5000-ൽ പരം ക്രിപ്റ്റോ കറൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും എന്തിനാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇവയുടെ ഉപയോഗം എന്താണ്? രസകരമായ കാര്യം എന്ന് വെച്ചാൽ പേരിൽ ക്രിപ്റ്റോ കറൻസി എന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ക്രിപ്റ്റോ കറൻസീസും കറൻസി ഒന്നുമല്ല, മറ്റ് പല ഉപയോഗങ്ങൾക്കാണ് ഇവയെ കണ്ടുപിടിച്ചിട്ട് തന്നെയുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ഇതാണ്. കാരണം നമുക്ക് മുന്നിലേക്ക് പോയിട്ട് ക്രിപ്റ്റോ കറൻസി എന്നുള്ള മുഴുവൻ ലോകത്തെയും വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഇതിൽ കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തേണ്ടതാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തേണ്ടതാണ്, ട്രേഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യണമെങ്കിൽ, ആ ലോകത്തിലേക്ക് കടക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് എന്നുള്ളതാണ്. ശരിയല്ലേ? കാരണം ഈ 5000-ൽ പരം ക്രിപ്റ്റോ കറൻസീസ് കാണുമ്പോൾ എല്ലാം കറൻസി അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്, ഓരോ സെഗ്മെന്റ് ഉണ്ട്, ഓരോ ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. ആ ഒരു ചിന്ത തലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പുതിയൊരു കോയിൻ കാണുമ്പോൾ ആ കോയിൻ ഏത് കാറ്റഗറിയിലാണെന്ന് നമുക്ക് മനസ്സിലാകും, ഏത് സെഗ്മെന്റിലാണെന്ന് മനസ്സിലാകും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചിന്ത അങ്ങനെ നമുക്ക് മൈൻഡ് മാപ്പിനനുസരിച്ച് നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ അത്രമാത്രമേ ഉള്ളൂ ഇൻട്രഡക്ഷൻ. ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് എന്നുള്ളതാണ്. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴും പുതിയ ആൾക്കാരാണ് എങ്കിൽ, ഇതുവരെ ഒരു അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ വോൾഡ് എന്ന പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസും ഇല്ല, ചാർജസും ഇല്ല. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 1000 രൂപയിൽ താഴെ ചെലവിൽ പോലും നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴത്തെ പോലെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ക്വാളിറ്റി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴത്തെ പോലെ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് മനസ്സിലാക്കാനായിട്ട് ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ടേം നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്, ഓൾട്ട് കോയിൻസ്. ഓൾട്ട് കോയിൻസ് എന്നുള്ള ടേം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എവിടെന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മുന്നിലേക്ക് പോയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുഴുവനായിട്ട് തീർച്ചയായിട്ടും കാണുക. കാരണം വീഡിയോയുടെ അവസാനം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് പഠിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കോയിൻസും ടോക്കൺസും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മുഴുവൻ ലോകത്തിനെ മനസ്സിലാക്കി തരാൻ ഒരു ഇമേജും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ മുഴുവനായിട്ട് തീർച്ചയായിട്ടും കാണുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ അജണ്ട ശരിക്കും ഓൾട്ട് കോയിൻസ് എന്താണെന്ന് മനസ്സിലാക്കലാണ്. ഓൾട്ട് കോയിൻസ് എന്ന ടേം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് ഓൾട്ട് ഉണ്ട്, കോയിൻസ് ഉണ്ട്. ഓൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾട്ടർനേറ്റീവ് എന്നാണ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് കോയിൻസിനെ ഷോർട്ട് ആയിട്ടാണ് ഓൾട്ട് കോയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കഥയോടുകൂടി ബിറ്റ്കോയിനെ പറ്റി, ക്രിപ്റ്റോ കറൻസിയുടെ ലോകത്തെ പറ്റി പഠിച്ചവരാണ് അല്ലെ? അപ്പൊ ആ ഒരു കഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിച്ച ആ ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബിറ്റ്കോയിൻ എങ്ങനെയാണ് നിലവിൽ വന്നത്? ബിറ്റ്കോയിൻ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ്. അതെങ്ങനെയാണ് നിലവിൽ വന്നത്? നമ്മുടെ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു പുതിയ
മണിയുടെ ഒരു രൂപത്തെ പ്രപ്പോസ് ചെയ്തതാണ് ബിറ്റ്കോയിൻ. ശരിയല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. അപ്പൊ എക്സിസ്റ്റിംഗ് കറൻസിയുടെ രൂപത്തിനും ഭാവത്തിനും പ്രശ്നമുള്ളതുകൊണ്ട് ബിറ്റ്കോയിൻ എന്നുള്ള പുതിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുതിയ രൂപത്തെ മുന്നിലേക്ക് വെച്ചു. അതിനെയാണ് ബിറ്റ്കോയിൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മുന്നിലേക്ക് പോയപ്പോൾ മനുഷ്യനല്ലേ, എപ്പോഴും കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ബിറ്റ്കോയിൻ കണ്ടെത്തിയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബിറ്റ്കോയിന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ മറ്റു പല മനുഷ്യന്മാർ വന്നിട്ട് പുതിയ ക്രിപ്റ്റോ കറൻസീസ് മുന്നിലേക്ക് വെക്കാൻ തുടങ്ങി. റൈറ്റ്? ലൈറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത് ബിറ്റ്കോയിന് ഏറെക്കുറെ ബിറ്റ്കോയിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. എന്നാൽ ബിറ്റ്കോയിന്റെ പല പോരായ്മകളെയും സോൾവ് ചെയ്തിട്ട് മുന്നിലേക്ക് വന്നതാണ് ലൈറ്റ് കോയിൻ. അപ്പൊ അതെന്തായി? അതൊരു ഓൾട്ടർനേറ്റീവ് കോയിനായി, അല്ലെങ്കിൽ ഒരു ഓൾട്ട് കോയിനായി. ഓക്കെ, അപ്പൊ എന്താണ് ലൈറ്റ് കോയിൻ സോൾവ് ചെയ്യാൻ നോക്കിയത്? അപ്പൊ ലൈറ്റ് കോയിൻ കണ്ടുപിടിച്ച ആൾ പറയുന്നത് ബിറ്റ്കോയിനിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിനില് കുറച്ച് ട്രാൻസാക്ഷൻ ടൈം കുറച്ച് കൂടുതലാണ്. ഇല്ലേ? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാൽ നിയർലി 10 മിനിറ്റ് ഒക്കെ എടുക്കും ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ആയി വരാം. അപ്പൊ ട്രാൻസാക്ഷൻ ടൈം കൂടുതലാണ്. അതുപോലെ ഈ ലൈറ്റ് കോയിൻ കണ്ടെത്തിയ ആൾ പറഞ്ഞു ബിറ്റ്കോയിൻ കുറച്ച് ട്രാൻസാക്ഷൻ ഫീസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മേജർ ആയിട്ട് പറഞ്ഞത് ബിറ്റ്കോയിനില് പ്രൂഫ് ഓഫ് വർക്ക് പ്രകാരമല്ലേ വാലിഡേറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ. പ്രൂഫ് ഓഫ് വർക്ക് അല്ലെങ്കിൽ മൈനിങ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത് വലിയ കമ്പ്യൂട്ടേഴ്സ് മൈനിങ് റിഗ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്നല്ലേ പഠിച്ചത്. ഈ മൈൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? കുറെ ഇലക്ട്രിസിറ്റി വേണം അല്ലേ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിന് ക്ലൈമറ്റ് ഫ്രണ്ട്ലി അല്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് ബിറ്റ്കോയിന് പല പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ബിറ്റ്കോയിന്റെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ലൈറ്റ് കോയിൻ വന്നു. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ അതെന്തായി? അതൊരു ഓൾട്ടർനേറ്റീവ് കോയിനായി. അതുപോലെ തന്നെ പിന്നീട് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എതീറിയം എന്ന് പറഞ്ഞ പുതിയതായിട്ട് തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ വന്നു. അപ്പൊ ഇവിടെ എതീറിയം എന്താണ് പറയുന്നത്? അവര് ബിറ്റ്കോയിനുള്ള പോരായ്മകൾ സോൾവ് ചെയ്യാനൊന്നും അല്ല നോക്കുന്നത്. അവര് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് മറ്റ് പല ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്തിന് ഉപകാരമുള്ള പല 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 കാര്യങ്ങളും ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അതിനകത്ത് മറ്റൊരു കറൻസിയും ആകാമല്ലോ എന്ന് പറഞ്ഞിട്ട് എതീറിയം എന്നൊരു പുതിയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നു. എതീറിയത്തിന്റെ കോയിൻ ഉണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അതിനെയാണ് ഈത്തർ അല്ലെങ്കിൽ ETH എന്ന് പറയുന്നത്. അപ്പോൾ ഈത്തർ എന്ന പുതിയൊരു കോയിൻ വന്നു. അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാലം കഴിയും തോറും എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ആയിട്ട് ബിറ്റ്കോയിൻ വന്നു. ബിറ്റ്കോയിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒരു റീസൺ, ബിറ്റ്കോയിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും, ഇനി അതല്ല കംപ്ലീറ്റ്ലി പുതിയതായിട്ട് സിസ്റ്റത്തിനെ ബെറ്റർ ആക്കാനുമായിട്ട് പല 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 പുതിയ കോയിൻസ് വന്നുകൊണ്ടിരുന്നു. ഈ പല പലതായി വന്ന എല്ലാ കോയിൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഓൾട്ട് കോയിൻസ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. ആദ്യം വന്നത് ബിറ്റ്കോയിൻ ആണ്. അതിനുശേഷം കുറെ അധികം കോയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയും പുതിയ പുതിയ മനുഷ്യനല്ലേ അഗെയിൻ പുതിയ പുതിയ ഐഡിയകൾ വരുമ്പോൾ, കുറെ ന്യൂ ഇന്നോവേഷൻ വരുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള പുതിയ ക്രിപ്റ്റോ കറൻസീസും കോയിൻസും കണ്ടെത്തും. അങ്ങനെ വരുന്നവരെല്ലാം കളക്റ്റീവ്ലി ഓൾട്ട് കോയിൻസ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം വളരെയധികം എളുപ്പമാണ്. റൈറ്റ്? അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇനി മുന്നിലേക്ക് പോയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് പഠിക്കാം. അപ്പൊ ബിറ്റ്കോയിനും ഓൾട്ട് കോയിൻസും എല്ലാവരും ചേർത്തിട്ടാണ് ഇന്ന് 5000-ൽ പരം ക്രിപ്റ്റോ കറൻസീസ് ഉള്ളത്. അപ്പൊ എല്ലാവരും ചേർത്തിട്ട് ഇവരെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ ടൈപ്പ് ക്രിപ്റ്റോ കറൻസി ആസ് എ കറൻസി എന്നുള്ളത് തന്നെയാണ്. റൈറ്റ്? വലിയ നെറ്റിക്കലൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. അതായത് ക്രിപ്റ്റോ കറൻസി ഒരു കറൻസി ആയിട്ടാണല്ലോ കണ്ടെത്തിയത്. അപ്പൊ കറൻസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യപ്പെട്ട ക്രിപ്റ്റോ കറൻസീസിനെല്ലാം നമുക്ക് ഈ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ എക്സാമ്പിൾ ഏതാണ്? റൈറ്റ്, ബിറ്റ്കോയിൻ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ. അപ്പൊ ബിറ്റ്കോയിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പൊ അത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലൈറ്റ് കോയിൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഫേവറേറ്റ് ആയ ഡോജ് കോയിനും ഷിബായിനും എല്ലാം അവർക്ക് വേറെ ഉപയോഗമൊന്നുമില്ല. അവരെ കണ്ടെത്തിയത് ഫണ്ടിന് വേണ്ടി കണ്ടെത്തിയതാണ്. എന്നാൽ അവർ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു കറൻസി ആയിട്ട് തന്നെയാണ്. അതായത് സാധനം വാങ്ങാനും വിൽക്കാനും ട്രാൻസാക്ഷൻസ് നടത്താൻ, പണം ഇടപാടുകൾ നടത്താൻ ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കാനായി കണ്ടെത്തിയ ക്രിപ്റ്റോ കറൻസീസിനെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പഠിക്കേണ്ടത് സ്റ്റേബിൾ കോയിൻസ് ആണ്. സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്രിപ്റ്റോ കറൻസീസ് ഓർ കോയിൻസ് വിച്ച് ആർ ബാക്ക്ഡ് ബൈ റിസർവ് അസറ്റ്സ്. എന്താണെന്ന് ഞാൻ പറയാം, അതിലേക്ക് വരാം. അതിനു മുൻപ് ഡിസ്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ പഠിച്ചു കറൻസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ശരിക്കും അവയെ കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ബിറ്റ്കോയിനെ ശരിക്കും കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ ഉണ്ട്. ബിറ്റ്കോയിനെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്ന ചില കമ്പനീസ് ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്ന ചില രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഈവൻ ഡോജ് കോയിനെ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. അപ്പോൾ എന്നാലും ഇവരെ വൈഡ്ലി ആസ് എ കറൻസി ഇതുവരെ അക്സെപ്റ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാ?
വോളറ്റൈലിറ്റി കൂടുതലായതുകൊണ്ട് അല്ലെ. ഓരോ ദിവസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിന്റെ വില കയറി ഇറങ്ങുന്നത് ലക്ഷക്കണക്കിന് രൂപകളിലാണ്. അപ്പൊ അത്രയും വോളറ്റൈലിറ്റി ഉള്ള ഒരു സാധനം ഒരിക്കലും നല്ലൊരു കറൻസി ആയിട്ട് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അവിടെയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ലോകം നോക്കുമ്പോൾ വോളറ്റൈൽ അല്ലാത്ത വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ട് എങ്കിൽ അത് ആൾക്കാർ ഒരു ട്രാൻസാക്ഷന് വേണ്ടി അല്ലെങ്കിൽ കറൻസി ആയിട്ട് ഉപയോഗിക്കില്ലേ എന്നുള്ള ചിന്തയിൽ നിന്നാണ് സ്റ്റേബിൾ കോയിൻസ് കണ്ടെത്തിയത്. പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്റ്റേബിൾ ആണ്, വോളറ്റൈൽ അല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്റ്റേബിൾ കോയിൻസ് എപ്പോഴും ദേ ആർ ബാക്ക്ഡ് ബൈ റിസർവ് അസറ്റ്സ്. അപ്പൊ സ്റ്റേബിൾ കോയിൻ കണ്ടുപിടിച്ച കമ്പനി അല്ലെങ്കിൽ അതിനെ മുന്നിലേക്ക് വെച്ച കമ്പനി പറയുന്നത്, നമുക്ക് എക്സാമ്പിൾ എടുത്ത് പഠിക്കാം, അതാണല്ലോ ഏറ്റവും എളുപ്പം. ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ എടുക്കേണ്ടത് ടെതർ അല്ലെങ്കിൽ USDT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ടെതറിന്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പൊ ടെതറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ടെതറിന്റെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ മുന്നിലേക്ക് വെച്ച കമ്പനി പറയുന്നത് ഓരോ USDTയും ഒരു $1 പെഗ്ഡ് ആണ് അല്ലെങ്കിൽ ബാക്ഡ് ആണ് എന്നാണ്. അതായത് കമ്പനിക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു USDT തരുന്നുണ്ടെങ്കിൽ അതൊരു ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു സ്റ്റേബിൾ കോയിൻ ആണ്, അത് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് ഒരു $1 നമ്മൾ നമ്മുടെ റിസർവിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താ ഗുണം? $, നമുക്കറിയാം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ $ന്റെ വില കൂടിയാൽ USDTയുടെയും വില കൂടും. ഈ ഒരു കോയിന്റെ ക്രിപ്റ്റോ കറൻസിയുടെയും വില കൂടും. $ന്റെ വില കുറഞ്ഞാൽ USDT എന്ന ക്രിപ്റ്റോ കറൻസിയുടെയും വില കുറയും. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി തരുന്ന എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്. USDT ഹോൾഡ് ചെയ്താൽ ഡീസെൻട്രലൈസ്ഡ് ആണ്, സേഫ്റ്റി വളരെ ഹൈ ആണ്, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അയച്ചു കൊടുക്കാം, വളരെ പെട്ടെന്ന് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ട്രാൻസാക്ഷൻ ചാർജ് കുറവാണ്, അങ്ങനെ എല്ലാ ഉപകാരവും ഉണ്ട് USDTയിൽ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പണം അയച്ചു കൊടുക്കാം അല്ലെ. അതിന്റെ കൂടൊപ്പം തന്നെ സ്റ്റെബിലിറ്റിയും ഉണ്ട്. അപ്പൊ $, വെച്ച് ട്രാൻസാക്ഷൻസ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനോണിമിറ്റി റിലേറ്റഡ്, സീക്രസി റിലേറ്റഡ് അല്ലെങ്കിൽ രാജ്യങ്ങൾ പല രാജ്യത്തേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്, അവിടെ ട്രാൻസാക്ഷൻ ചാർജ് റിലേറ്റഡ് ടെൻഷൻ ഉണ്ടെങ്കിൽ USDTയിൽ ട്രാൻസാക്ഷൻ നടത്താം. അപ്പൊ $, എന്ന ഒരു റിസർവ് അസറ്റിന് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയാണ് USDT എന്നുള്ള അല്ലെങ്കിൽ ടെതർ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേബിൾ കോയിൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെയാണ് ഒരു ടൈപ്സ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. എപ്പോഴും ഒരു കറൻസി തന്നെ ബാക്ക്ഡ് ആകണമെന്നില്ല. വേറൊരു വളരെ മനോഹരമായിട്ടുള്ള എക്സാമ്പിൾ തരാം. പാക്സ് ഗോൾഡ്. ഇത് മറ്റൊരു ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു സ്റ്റേബിൾ കോയിൻ ആണ്. പാക്സ് ഗോൾഡ് കണ്ടുപിടിച്ച കമ്പനി പറയുന്നത് നമ്മളിൽ നിന്ന് പാക്സ് ഗോൾഡ് എന്നൊരു കോയിൻ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ ആക്ച്വൽ ഗോൾഡ് റിസർവിൽ സൂക്ഷിക്കും എന്നുള്ളതാണ്. ഒരു പാക്സ് ഗോൾഡ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് നിയർലി 30 ഗ്രാം സ്വർണ്ണമാണ് ഈ ഒരു കമ്പനി റിസർവിൽ വെക്കുക. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളതല്ലേ. ശരിക്കും ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ആക്ച്വൽ ഗോൾഡ് അവർ ഒരു സേഫിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് ഡിജിറ്റലി അതിന്റെ ഓണർഷിപ്പ് തരുന്നു എന്ന് മാത്രമല്ലേ. അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട്സ് എന്താണ്? ഗോൾഡ് ആക്ച്വൽ റിസർവിൽ ഉണ്ട്, അതിന്റെ പുറത്തൊരു പേപ്പറിൽ അതിന്റെ ബോണ്ട് ആണെന്ന് പറഞ്ഞ് എഴുതി തരുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡ് റിസർവിൽ കമ്പനി വെച്ചിട്ടുണ്ട്, അതിന്റെ പുറത്ത് നമുക്ക് ഓണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വൽ ഒരു ക്രിപ്റ്റോ കറൻസി തരികയാണ്. എന്തുകൊണ്ടാ ബോണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ച പോലെ എന്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങാം? അഗെയിൻ നമുക്കറിയുന്ന പോലെ ഡീസെൻട്രലൈസ്ഡ് ആണ്, സേഫ് ആണ്, സെക്യൂർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, പെട്ടെന്ന് ട്രാൻസാക്ഷൻസ് നടത്താം. അപ്പോൾ ഗോൾഡിനെ ബാക്ക് ചെയ്തുകൊണ്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് പാക്സ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേബിൾ കോയിൻ എന്താണെന്ന് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലെ. അതായത് ഒരു റിസർവ് അസറ്റ്, അത് ഗോൾഡ് ആകാം, പ്രഷ്യസ് മെറ്റൽ ആകാം, ഒരു രാജ്യത്തിന്റെ കറൻസി ആകാം, അതിന്റെ ബാക്കിങ്ങോട് കൂടിയുള്ള ഒരു ക്രിപ്റ്റോ കറൻസിനെയാണ് നമ്മൾ സ്റ്റേബിൾ കോയിൻ എന്ന് വിളിക്കുന്നത്. ഇത് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നേരെ ഗോൾഡിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ പാക്സ് ഗോൾഡ് എന്നുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത് നമ്മൾ പഠിക്കേണ്ടത് യൂട്ടിലിറ്റി ടോക്കൻസ് ആണ്. അപ്പൊ ഇതിന്റെ പേരിൽ തന്നെ സംഭവമുണ്ട് അല്ലെ, യൂട്ടിലിറ്റി ടോക്കൻസ്. ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് യൂസ് കേസിന് വേണ്ടിയിട്ട് തന്നെ കണ്ടുപിടിച്ചതാണെന്ന് പറയാം അല്ലെ. അപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ ഒരിക്കലും ലോകം മുഴുവൻ ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല ആരും യൂട്ടിലിറ്റി ടോക്കൺ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂസ് കേസ് ഉണ്ടാകും. നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അഗെയിൻ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് യൂട്ടിലിറ്റി ടോക്കൺ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ എനിക്ക് എടുക്കാനുള്ളത് ബ്രേവ് എന്ന പേരുള്ള ഒരു വെബ് ബ്രൗസറിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ പലരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരുണ്ടാകും, മാക് ഉപയോഗിക്കുന്നവര് സഫാരി ബ്രൗസർ ഉപയോഗിക്കുന്നവരുണ്ടാകും. അപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് നോക്കാൻ പല വെബ് ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പുതിയതായി പുതിയതല്ല എന്നാലും വളരെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പുതിയൊരു ബ്രൗസർ ഉണ്ട്. ആ വെബ് ബ്രൗസറിന്റെ പേര് ബ്രേവ് ബ്രൗസർ എന്നാണ്. അപ്പൊ ഈ ബ്രേവ് ബ്രൗസറും ബേസിക്കലി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രേവ് ബ്രൗസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ
അവരുടെ തന്നെ ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അതിന്റെ പേരാണ് ബാറ്റ്, ബേസിക് അറ്റൻഷൻ ടോക്കൺ. ഈ ബേസിക് അറ്റൻഷൻ ടോക്കൺ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. അപ്പൊ എന്താണ് ബാറ്റിന്റെ യൂട്ടിലിറ്റി? ഈ ബ്രേവ് ബ്രൗസർ എന്ന ബ്രൗസറിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആഡ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പേയ്മെന്റ്സ് നടത്തണമെങ്കിൽ, അതിനെല്ലാം ഈ ഒരു ബ്രേവ് ബ്രൗസറിന്റെ എന്ന എക്കോസിസ്റ്റത്തിന് അകത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് ബാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി വരുന്നുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേവ് ബ്രൗസർ നിങ്ങൾ ആസ് എ യൂസർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ഈ ബാറ്റ് എന്നുള്ള ടോക്കൺ കിട്ടുന്നതാണ്. അതേസമയം തിരിച്ചാലോചിക്കുകയാണെങ്കിൽ ബ്രേവ് ബ്രൗസർ കാണുന്ന യൂസേഴ്സ് എന്തെങ്കിലും ആഡ് കാണണമെന്നുണ്ടെങ്കിൽ, ആഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ ബ്രേവ് ബ്രൗസർ അല്ലെങ്കിൽ ഈ കമ്പനിക്കാർക്ക് പേയ്മെന്റ് നടത്തുന്നത് പലപ്പോഴും ബാറ്റ് വഴിയായിരിക്കും, ബേസിക് അറ്റൻഷൻ ടോക്കൺ വഴിയായിരിക്കും. ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബ്രേവ് ബ്രൗസറിനകത്ത് സ്പെസിഫിക് യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടോക്കൺ ആണ് ബേസിക് അറ്റൻഷൻ ടോക്കൺ. പ്രോബബ്ലി വേറെ എവിടെയും പോയാൽ ഈ ഒരു ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വേറൊരു രസകരമായ കാര്യം, ഈ ഒരു ബേസിക് അറ്റൻഷൻ ടോക്കൺ നിങ്ങളുടെ കയ്യിൽ വന്നു, നിങ്ങളിപ്പോൾ ബ്രേവ് ബ്രൗസർ യൂസ് ചെയ്ത് തുടങ്ങി, കുറെ നാൾ യൂസ് ചെയ്യുമ്പോൾ പയ്യെ ആയിട്ട് നിങ്ങൾക്ക് ബാറ്റ് കിട്ടി തുടങ്ങി. ഇങ്ങനെ കയ്യിൽ നിങ്ങളുടെ ബാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ട് ലോകത്ത് എല്ലാവരും ബ്രേവ് ബ്രൗസർ യൂസ് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ബ്രൗസർ ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ബാറ്റിന്റെ വില തീർച്ചയായിട്ടും കൂടില്ലേ? അപ്പൊ അങ്ങനെ ബാറ്റിന്റെ വില കൂടുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ലാഭം കിട്ടുകയും ചെയ്യും. റൈറ്റ്? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വന്നു കാണില്ലേ? അതിന്റെ ഉത്തരം അതാണ്. റൈറ്റ്? കുറച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് യൂട്ടിലിറ്റി ടോക്കൺസിന്റെ കൂടി എക്സാമ്പിൾ ഞാൻ തരാം. ഇതീറിയം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും. ഇതീറിയം അതിഭീകരമായ ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ആണ്. അതിനെപ്പറ്റിയൊക്കെ വിശദമായി കുറെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻഫാക്ട് ഇതീറിയത്തിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാൻ പോലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതീറിയത്തിന്റെ ലോകം എന്ന് പറയുന്നത് അതിനകത്ത് മറ്റാൾക്കാർക്ക് വന്നിട്ട് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മുന്നിലേക്ക് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഭാവിയിൽ കാണുന്നവരാണെങ്കിൽ എതീറിയത്തിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എതീറിയം ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിനകത്ത് തന്നെ കുറെ മറ്റ് ആൾക്കാർക്ക് വന്നിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ എതീറിയത്തിന്റെ ലോകത്ത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കറൻസിയുടെ ആവശ്യമില്ലേ? അതിനെയാണ് ഈത്തർ എന്ന് വിളിക്കുന്നത്. റൈറ്റ്? ഈത്തർ അല്ലെങ്കിൽ ETH എന്ന് പറയുന്നത് എതീറിയം ബ്ലോക്ക് ചെയിന്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു കറൻസി പോലെ കണക്കാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഈത്തർ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. ETH ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് എതീറിയം ബ്ലോക്ക് ചെയിന്റെ അകത്ത് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട്. മനസ്സിലാക്കുന്നില്ലേ? ഒരു ലാസ്റ്റ് എക്സാമ്പിൾ കൂടി തരാം. വാസിറക്സ് എന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വാസിറക്സിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഈ വാസിറക്സിൽ പോവുകയാണെങ്കിൽ അവരുടെ തന്നെ സ്വന്തമായ ഒരു കോയിൻ ഉണ്ട്. റൈറ്റ്? WRX എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ WRX ഉണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് WRX വാങ്ങ്. ഈ WRXൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ഫീസ് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഫീസിൽ എത്രയോ ശതമാനം ഡിസ്കൗണ്ട് തരാമെന്ന്. റൈറ്റ്? അപ്പൊ അങ്ങനെ കാണുമ്പോൾ എന്താ, വാസിറക്സ് ഉപയോഗിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? ഈ WRX വാങ്ങിച്ചിട്ട് അതിൽ പേയ്മെന്റ് നടത്താൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും WRX വാങ്ങിച്ച് ചെയ്യുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോം വളരെ അടിപൊളിയാവുകയാണെങ്കിൽ WRXന്റെ വില കൂടും. അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചവർക്ക് അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ കമ്പനിക്കും ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്താ, WRXന്റെ കുറെ കമ്പനി ഓണേഴ്സിന്റെ കയ്യിലുണ്ടാവും. വാങ്ങിച്ചു വെച്ചവർക്കും ഉപയോഗമുണ്ട്, വാങ്ങിച്ചു വെച്ചവർക്ക് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലും ഉപയോഗമുണ്ട്, അല്ലെ? ബെനിഫിറ്റ് ഉണ്ട്, ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ട്രാൻസാക്ഷൻ ചാർജസിൽ. മനസ്സിലായില്ലേ? അപ്പൊ ഈ 3 എക്സാമ്പിൾസ് ഒന്ന് വ്യക്തമായിട്ട് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു നെറ്റ്വർക്കിനകത്ത് അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് ഒരു കമ്പനിക്കാർ തന്നെ അവരുടെ ഒരു സ്പെസിഫിക് യൂസ് കേസിനായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി കണ്ടെത്തുകയാണ്. അതുകൊണ്ട് കമ്പനിക്കും ഗുണമുണ്ട്, ഉപയോഗിക്കുന്നവർക്കും ഗുണമുണ്ട്. അപ്പൊ ഇവയാണ് യൂട്ടിലിറ്റി ടോക്കൺസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് സെക്യൂരിറ്റി ടോക്കൺസ് അല്ലെങ്കിൽ ഇക്വിറ്റി ടോക്കൺസ് ആണ്. ഇക്വിറ്റി എന്ന പേര് കേട്ടപ്പോൾ രസമായിട്ടുണ്ടാവും അല്ലെ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സെക്യൂരിറ്റി ടോക്കൺ അല്ലെങ്കിൽ ഇക്വിറ്റി ടോക്കൺ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണോ ഒരു കമ്പനിക്ക്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കമ്പനിക്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകും. അവർ IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തും. അങ്ങനെ കമ്പനിയുടെ ഷെയർസ്, അല്ലെ, കമ്പനിയുടെ ഷെയർസ് സാധാരണക്കാരന് കൊടുത്തിട്ട് അതിന് പകരം പൈസ റേസ് ചെയ്യും. ആ പൈസ ഉപയോഗിച്ച് കമ്പനി വളരുകയും ചെയ്യും. ശരിയല്ലേ? ഇതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം, അവർക്ക് വളരേണ്ടതുണ്ട്, അതിനുവേണ്ടി അവർക്ക് ഫണ്ട് വേണമെന്നുണ്ട് എങ്കിൽ അവർക്കൊരു ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അതായത് അവർക്ക്
നോർമൽ കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് കൊടുക്കുന്നത് പോലെ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പ്രോജക്ട്സിനോ കമ്പനീസിനോ അവർക്ക് അവരുടെ ടോട്ടൽ ഓണർഷിപ്പിനെ ആക്ച്വലി കോയിൻസിലൂടെ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് അതിലെ 1% കോയിൻസിനെ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. അതിനാണ് ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആ 1% കോയിൻ പബ്ലിക്കിന് കൊടുക്കുകയാണ്. പബ്ലിക് പൈസ കൊടുത്ത് ആ കോയിൻ വാങ്ങുകയാണെങ്കിൽ ആ പൈസ കമ്പനിക്ക് വരും. കമ്പനിക്ക് അത് കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ ആ കമ്പനിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് വളരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബാക്കി ഷെയർസ് കമ്പനി ഓണേഴ്സിന്റെ കയ്യിൽ ഉണ്ടാകും. ബാക്കി ഷെയർസ് അല്ല, ബാക്കി കോയിൻസ് ഷെയർസിന് ഇക്വലന്റ് ആണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് കമ്പനി ഓണേഴ്സിന്റെ അടുത്ത് ഉണ്ടാകും. അപ്പോൾ ഇവയാണ് സെക്യൂരിറ്റി ടോക്കൺസ് അല്ലെങ്കിൽ ഇക്വിറ്റി ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ICO ഒക്കെ നടത്തണമെങ്കിൽ ശരിക്കും ഈ ഒരു കമ്പനിക്ക് അവരുടെ വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ വെറുതെ ഒന്നുമല്ല, ഒരു വൈറ്റ് പേപ്പറിൽ ഇവരുടെ പ്രൊജക്ട് എന്താണ്, കാര്യങ്ങൾ എന്താണ്, മുന്നിലേക്കുള്ള പ്ലാൻസ് എന്താണ്, എത്രമാത്രം കോയിൻസ് ഉണ്ട്, എത്രയാണ് പുറത്തേക്ക് കൊടുക്കുന്നത്, എത്ര അവരുടെ തന്നെ കയ്യിൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്ര പൈസ റേസ് ചെയ്യണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അവരുടെ പ്രൊജക്ട് കമ്പനി റിലേറ്റഡ് എല്ലാം വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടാണ് ICOക്ക് വിടുന്നത്. നമ്മുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പോലെ. അങ്ങനെ ആൾക്കാർ ഇത് വായിച്ച് നോക്കിയിട്ട് ആ പ്രൊജക്റ്റിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ, ആ കോയിനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ പൈസ കൊടുത്തിട്ട് അതിന്റെ കോയിൻ വാങ്ങും. എന്താണ് എക്സ്പെക്ടേഷൻ? ആ പൈസ കൊണ്ട് ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ട് വളരെ നന്നാകണമെന്നും അങ്ങനെ അവർ വലുതാകുമ്പോൾ ഈ കോയിന്റെ വില കൂടുമ്പോൾ അവർക്ക് ലാഭം കിട്ടണം എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരത്തെ എതീറിയത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് ICOനെ പറ്റിയും വളരെ വിശദമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അസെറ്റ് ടോക്കൺസ് ആണ്. അസെറ്റ് ടോക്കൺസ് പേരിൽ ഉള്ളതുപോലെ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ എ റിയൽ അസെറ്റ്. അതായത് ഒരു റിയൽ അസെറ്റ് ബാക്ക് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അസെറ്റ് ടോക്കൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ സ്റ്റേബിൾ കോയിനിൽ പറയുമ്പോൾ സ്റ്റേബിൾ കോയിനിൽ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബാക്ക്ഡ് ബൈ ഒരു അസെറ്റ് തന്നെയല്ലേ അല്ലേ? നമ്മുടെ കറൻസി അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുന്ന ഒരു അസെറ്റ് തന്നെയല്ലേ? എന്നാൽ അതെല്ലാം ഒരു റിസർവ് അസെറ്റ് ആണ് അല്ലേ? ഇവിടെ അസെറ്റ് ടോക്കണിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ആർക്കും ഏതൊരു അസറ്റിനെയും എടുത്തിട്ട് അതിന്റെ പുറത്ത് ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ പറയാം, ഏതൊരു പെയിന്റിംഗ് ഒരു യുണീക് സാധനം, ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള സാധനമല്ലേ? ഏതൊരു പെയിന്റിങ്ങിനെ എടുത്തിട്ടും അതിന്റെ ഓണർഷിപ്പ് ഡിജിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്തൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു പ്ലഗ് ഞാൻ ഇവിടെ വെച്ചോട്ടെ. നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് വളരെ അധികം ബസ്സിലുള്ള ഒരു സംഭവമാണ്. കുറെ അധികം ഹൈപ്പ് ഇതിന് അറൗണ്ട് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ശരിക്കും നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് അല്ലെങ്കിൽ NFT എന്ന് പറയുന്നത് ശരിക്കും ഒരു അസെറ്റ് ടോക്കൺ ആണ്. ഇതൊക്കെ മുന്നിലേക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. കൊണ്ടാണ് നാളെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ NFTസിനെ പറ്റി എന്തായാലും നമുക്ക് പിന്നീട് അതും ചർച്ച ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. നിങ്ങളുടെ അടുത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വസ്തു ഉണ്ട്, കുറച്ച് സ്ഥലം ഉണ്ട് എങ്കിൽ അതിന്റെ പുറത്തും ആക്ച്വലി അതിനെ കാണിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി നിങ്ങൾ ബിൽഡ് ചെയ്താൽ അതിനെ നിങ്ങൾക്ക് ഒരു അസെറ്റ് ടോക്കൺ എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും തമാശയില്ല, ഇതൊക്കെ ആക്ച്വലി മാറുകയാണ്, ലോകം മാറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നെസസറിലി ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ പോലെ കറൻസി ആവുന്ന സാധനം ആകണമെന്നില്ല. അസെറ്റ് ടോക്കൺ ഒക്കെ നോക്കിയേ വേറെ തന്നെ സാധനമാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 സെന്റ് സ്ഥലം എന്റേതാണെന്ന് തന്നെ വിചാരിച്ചോ. ഇത് എന്റേതാണെന്നുള്ളതിന് പ്രൂഫ് എന്താണുള്ളത്? എന്റെ കയ്യിൽ എന്റെ ഡോക്യുമെന്റ് ഉണ്ട് അല്ലെ? ഈ ഡോക്യുമെന്റ് ഒറിജിനൽ ആണെന്ന് എന്ത് പ്രൂഫാണുള്ളത്? അത് ഗവൺമെന്റിന്റെ അടുത്ത് അല്ലെ? ഗവൺമെന്റിന്റെ അടുത്ത് ഒരു കോപ്പി ഉണ്ട്. അവർ ഇതിനെ വളരെ വ്യക്തമായിട്ട് വാലിഡേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് എന്റേതാണെന്ന് കാണിക്കാൻ, വസ്തു എന്റേതാണെന്ന് കാണിക്കാൻ ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നാളെ ഈ വസ്തു എനിക്ക് വേറൊരാൾക്ക് വിൽക്കണം. എന്ത് ചെയ്യും? ഞാൻ ഈ ഡോക്യുമെന്റിലെ പേര് മാറ്റി അയാളുടെ പേരാക്കിയിട്ട് കൊടുക്കും. വാലിഡേറ്റ് ആര് ചെയ്യും? ഗവൺമെന്റ് ചെയ്യും. ശരിയാണല്ലോ? അപ്പൊ അയാളുടെതാണ് ആ വസ്തു, ആ പ്രോപ്പർട്ടി. അപ്പൊ അയാൾ അതെങ്ങനെ പ്രൂവ് ചെയ്യും? അയാൾ ആ ഡോക്യുമെന്റ് കാണിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്യുമെന്റ് എന്ന സിസ്റ്റം അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ട്. അതിൽ എപ്പോഴും ഉള്ള പോലെ പല തിരിമറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പൊ എന്തിനാണ് ഇത്രയും ഉള്ളത്? എന്റെ കയ്യിൽ ഈ പ്രോപ്പർട്ടി വസ്തു ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് വാട്ട് ഇഫ് ഐ ഹാവ് എ ക്രിപ്റ്റോ കറൻസി. അത് ബ്ലോക്ക് ചെയിൻ ആധാരിതമായി വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോയിനിൽ, ഈ ഒരു അസെറ്റ് ടോക്കണിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് സ്ഥലം, ഇതിന്റെ ഓണർ ഇപ്പോ ഷാരിഖ് ആണ് എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നാളെ ഒരാൾ വാങ്ങാൻ വന്നു, അയാൾക്ക് ഞാൻ ഇതിനകത്ത് തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ഒക്കെ അതിലും ഉണ്ടാകില്ലേ, അതിനകത്ത് തന്നെ ഓണർഷിപ്പ് മാറ്റി അയാളുടെ പേരിലേക്കായി. അപ്പോ ബ്ലോക്ക് ചെയിൻ ആധാരിതമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, സെക്യൂർ ആയിട്ട് ആ ഒരു ക്രിപ്റ്റോ കറൻസിയിലൂടെ ഇവിടെ കാര്യങ്ങൾ നടക്കില്ലേ? ഈ ഒരു ലാൻഡിന്റെ ഓണർഷിപ്പിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ?
റൈറ്റ്. അപ്പൊ അതിനെയാണ് ഒരു അസറ്റ് ടോക്കൺ എന്ന് വിളിക്കുന്നത്. ഐ എം ഷുവർ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ അധികം പുതിയതായിരിക്കും, എന്നാലും കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനായിട്ട് പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് അല്ലെ. അപ്പൊ എഗെയിൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ ക്രിപ്റ്റോ കറൻസീസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. പലതിന്റെ പേര് കാണും, നാളെ പുതിയത് വരും, അതിലൊക്കെ കുറെ അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പൊ അവയെ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് ലോകം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പല സ്ഥലത്തും കോയിൻ എന്ന വാക്ക് ഉപയോഗിച്ചു, ചില സ്ഥലങ്ങളിൽ ടോക്കൺ എന്ന ഒരു വാക്കും ഉപയോഗിച്ചു. ശരിക്കും കോയിനും ടോക്കണും സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ അത് ചോദിക്കേണ്ടിയിരിക്കുന്നു, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും ഏതൊരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിലും പലരും ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ടേംസ് ആണ് കോയിനും ടോക്കണും. ശരിക്കും ഇവ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു കോയിൻ എന്ന് പറയുന്നത് സ്വന്തമായ ഒരു ബ്ലോക്ക് ചെയിനിൽ റൺ ആകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിനെയാണ് നമ്മൾ കോയിൻ എന്ന് വിളിക്കുള്ളൂ. ബിറ്റ് കോയിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ബിറ്റ് കോയിൻ എവിടെയാ റൺ ചെയ്യുന്നത്? ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലല്ലേ. അതായത് ബിറ്റ് കോയിന്റെ തന്നെ സ്വന്തമായ ഒരു ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ബിറ്റ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി ഒരു കോയിൻ ആണ്. നമുക്കിനി ഈതറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈതർ എന്താണ്? ഈതർ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഈതർ എന്ന ക്രിപ്റ്റോ കറൻസി എവിടെയാ റൺ ആകുന്നത്? ഇതീറിയം എന്ന സ്വന്തമായിട്ട് തന്നെയുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പൊ ഈതർ എന്ന ക്രിപ്റ്റോ കറൻസി സ്വന്തമായ ബ്ലോക്ക് ചെയിനിൽ റൺ ആകുന്നു എന്നുള്ളത് കൊണ്ട് ഈതർ ഒരു കോയിൻ ആണ്, എന്നാൽ ടോക്കൺ അല്ല. അപ്പൊ ടോക്കൺ എന്താണ്? ടോക്കൺ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, എന്നാൽ സ്വന്തമായ ഒരു ബ്ലോക്ക് ചെയിനിലായിരിക്കില്ല റൺ ആകുന്നത്. എക്സാമ്പിൾ തരട്ടെ. USDT അല്ലെങ്കിൽ ടെതർ എന്ന ഒരു സ്റ്റേബിൾ കോയിൻ നമ്മളിപ്പോ പഠിച്ചില്ലേ. ഈ ടെതർ റൺ ആകുന്നത്, ടെതറിന് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഇല്ല. ടെതർ റൺ ആകുന്നത് ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണ്. അപ്പോൾ ടെതർ എന്തായി? ടെതർ ഒരു ടോക്കൺ ആയി. മനസ്സിലായില്ലേ? അപ്പൊ സ്വന്തമായ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ റൺ ആകുന്ന ക്രിപ്റ്റോ കറൻസീസിനെ കോയിൻസ് എന്ന് വിളിക്കും. എന്നാൽ മറ്റൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ റൺ ആകുന്ന എല്ലാ ക്രിപ്റ്റോ കറൻസീസിനെ നമ്മൾ ടോക്കൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതും മനസ്സിലാകാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറെ അധികം പുതിയ ക്രിപ്റ്റോ കറൻസീസിന്റെ പേര് കേട്ടിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഇവയെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ www.coinmarketcap.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതും ഡിസ്കസ് ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസീസും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നിനെ പറ്റി നിങ്ങൾക്ക് നോക്കാം, ഓരോന്നിന്റെ വില നോക്കാം, ഓരോന്നിന്റെ ട്രേഡിംഗ് വോളിയം നോക്കാം, ഓരോന്നിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. സ്റ്റോക്ക് മാർക്കറ്റ് അറിയുന്നവർക്ക് അറിയുമായിരിക്കും അല്ലെ എന്താണ് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടലി ട്രേഡ് ചെയ്യപ്പെടുന്ന സർക്കുലേഷനിലുള്ള വോളിയം ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ഇന്ന് എന്താണോ അതിന്റെ വില, അതാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയുക. അപ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കാം. അത് മാത്രമല്ല ഓരോ ക്രിപ്റ്റോ കറൻസിയിൽ നെക്കി അതിനകത്ത് പോവുകയാണെങ്കിൽ ഓരോന്നിന്റെ വൈറ്റ് പേപ്പർ അവൈലബിൾ ആണ്, വായിച്ചു നോക്കാം. അവരെന്താണ് ആ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ട് ഉദ്ദേശിച്ചത്, എന്തിനാണ് അത് കണ്ടുപിടിച്ചത്, അതിന് മുന്നിലേക്കുള്ള പ്ലാൻസ് എന്താണ്, എല്ലാം അവിടെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പഠിച്ചതെല്ലാം തന്നെ വളരെ വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ലാർജ് ക്യാൻവാസ് പിക്ചർ കൂടി നിങ്ങൾക്ക് തന്നിട്ട് വിടണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കറിയാം വീഡിയോ നീണ്ടു പോകുന്നുണ്ട് എന്ന്, എന്നാൽ പഠിക്കുകയല്ലേ നമ്മളൊരു കാര്യം, അവിടെ പഠനത്തിലല്ലേ ആക്ച്വലി ഫോക്കസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് പിക്ചർ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങളെ വിടുന്നതാണ്. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗെയിൻ ഒരു സ്റ്റോറി പോലെയും അല്ലെങ്കിൽ ഒരു വലിയൊരു മൈൻഡ് മാപ്പ് പോലെയും നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് ബിറ്റ് കോയിൻ ആണ്. അത് എങ്ങനെ വന്നു, എന്തിനു വന്നു, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബിറ്റ് കോയിൻ വന്നു, അതിനുശേഷം ഓൾട്ട് കോയിൻസ് ആയിട്ട് പലത് വന്നു. അപ്പൊ അതിന്റെ ആ ഒരു ജേണിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം വന്നത് ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ. ബിറ്റ് കോയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സത്തോഷി നാക്കോമോട്ടോ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. ബിറ്റ് കോയിന്റെ പിന്നിലുള്ള എല്ലാ ടെക്നോളജിയും കാര്യങ്ങളും ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ലോകത്തിന് കൊടുത്തു. അപ്പൊ അത് കണ്ടപ്പോൾ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടിട്ട് കുറെ പേര് അതിൽ ചില ട്വീക്സും മാറ്റങ്ങളും ഒക്കെ വരുത്തിയിട്ട് അവർ സ്വന്തമായി പുതിയ ക്രിപ്റ്റോ കറൻസീസിനെ മുന്നിലേക്ക് വെക്കാൻ തുടങ്ങി. റൈറ്റ്. അവയാണ് ഈ ഒരു ജേണിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ബിറ്റ് കോയിൻ വന്നു, പിന്നീട് ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനെ ട്വീക്ക് ചെയ്തിട്ട് പുതിയ ക്രിപ്റ്റോ കറൻസി കോയിൻസ് തന്നെയാണ്. കാരണം വന്നതെല്ലാം പുതിയ അവരുടേതായ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്സിൽ അവരുടെ ക്രിപ്റ്റോ കറൻസി ഉണ്ടായി, അവരെല്ലാം കോയിൻസ് തന്നെയായിരുന്നു. പിന്നീട് മുന്നിലേക്ക് പോയപ്പോഴാണ് ഈ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെ ചെറുതായി ട്വീക്കിംഗ് മാറ്റിയിട്ട് നല്ല പുതിയതായിട്ട് കംപ്ലീറ്റ്ലി ഇന്നോവേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സ് വന്നു തുടങ്ങി. എക്സാമ്പിൾ ഏതാണ്? ഇതീറിയം ആണ് അല്ലെ. ഇതീറിയം ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ്. അതിനകത്ത് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഏതാണ്?
ഇതീറിയത്തിനകത്ത് നെറ്റ്വർക്കിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈതർ എന്നൊരു കോയിൻ ആണ് അല്ലെ, ആ ക്രിപ്റ്റോ കറൻസി കോയിൻ ആണ്. അപ്പൊ ഇതീറിയം ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ഇതീറിയത്തിൽ ഈതർ ഉണ്ട്. ഈതർ ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ അകത്തെ ക്രിപ്റ്റോ കോയിൻ ആണ്. പിന്നീട് മുന്നിലേക്ക് പോയപ്പോൾ ആൾക്കാർ പിന്നെയും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതീറിയം വളരെയധികം നല്ലൊരു ബ്ലോക്ക് ചെയിൻ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബ്ലോക്ക് ചെയിനെ ആധാരമാക്കി വെച്ചുകൊണ്ട് പുതിയ ക്രിപ്റ്റോ കറൻസീസ് വരാൻ തുടങ്ങി. നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ USDT ടെതറിന്റെ കേസ് പറഞ്ഞതുപോലെ ടെതർ അപ്പൊ എന്തായി, ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ റൺ ആകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, ഒരു ടോക്കൺ ആണ്. നമ്മൾ നേരത്തെ വേറെ എക്സാമ്പിളിൽ ബ്രേവ് ബ്രൗസർ ഉപയോഗിക്കുന്ന ബേസിക് അറ്റൻഷൻ ടോക്കണെ പറ്റി സംസാരിച്ചു അല്ലേ. ബേസിക് അറ്റൻഷൻ ടോക്കൺ എവിടെയാണ് റൺ ആകുന്നത്, അതും ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ബാറ്റും ഒരു ടോക്കൺ ആണ്. അപ്പൊ പിന്നെയും മുന്നിലേക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ബെറ്റർ ആകുമ്പോൾ പുതിയ പുതിയ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സും വരുന്നുണ്ട്. എക്സാമ്പിൾ എന്താ, ബൈനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് അല്ലെ. ബൈനാൻസിന് ഇപ്പോൾ സ്വന്തമായ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഉണ്ട്. ആ സ്വന്തമായ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ അവർക്ക് അവരുടേതായ കോയിനും ഉണ്ട്. ആ നെറ്റ്വർക്കിനെ ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ ടോക്കൺസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ലോകമുള്ളത്. പുതിയ പുതിയ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സ് വരാം. ഓരോ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ടോക്കൺസ് ഉണ്ടാകാം. ഈ ടോക്കൺസിന് നാളെ വലുതായി ഒരു ടോക്കൺ വളരെയധികം വലുതായി. അപ്പൊ അവർക്ക് തോന്നുകയാണ്, ഇനി ഞാൻ എതീറിയത്തിൽ ബേസ് ചെയ്തൊരു ടോക്കൺ ആണെന്ന് വിചാരിച്ചോ, ഇനി ഞാൻ എതീറിയം നെറ്റ്വർക്കിനെ ബേസ് ചെയ്യേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ റൺ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ടോക്കൺസിന് അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഒരു ലാർജർ പിക്ചർ കണ്ടപ്പോൾ കംപ്ലീറ്റ്ലി ഐഡിയ തലയിലേക്ക് കയറി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ അതിശക്തമായിട്ട് കയറുമ്പോൾ ഒരു കണ്ടീഷനിങ് ആണ്. ഇതിനെപ്പറ്റി മുഴുവൻ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം മാത്രമായിരുന്നു. മനസ്സിലായിട്ടുണ്ട് എങ്കിൽ വളരെയധികം സന്തോഷം. അല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ ഐ എം ഷുവർ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കുറെ കൂടി വായിക്കാം, കുറെ കൂടി വീഡിയോസ് കാണാം, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. മുന്നിലേക്ക് അതിഭീകരമായ വളരെ ഡെപ്തിലുള്ള വീഡിയോസ് ചെയ്യാൻ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴത്തെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്രിപ്റ്റോ കറൻസിനെ പറ്റി താല്പര്യമുള്ള എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിലും അത് താഴെ ഐദർ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എന്നെ ഇത്ര നേരം സഹിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.